വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ എല്ലാ +1 സ്റ്റുഡൻസിനും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1ൻ്റെ ഇംഗ്ലീഷാണ്. അതിലെ ഫസ്റ്റ് യൂണിറ്റിൽ 4 ചാപ്റ്റേഴ്സാണ്. അതിൽ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് ആണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ നമ്മൾ എയ്വ്സ് ഫസ്റ്റ് സ്പീച്ച് കഴിഞ്ഞു, ഇൻട്രഡക്ഷൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് ഒന്ന് നോക്കാം. എന്താണ് ചാപ്റ്റർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കാണണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എയ്വ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന അത് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ്. ആക്ച്വലി അതൊരു വലിയ ചാപ്റ്ററൊന്നുമല്ല, ചെറിയൊരു എബ്രഹാം ലിങ്കണിൻ്റെ ഫസ്റ്റ് സ്പീച്ചിനെ പറ്റിയുള്ള ഒരു വിവരണമാണ്. അപ്പോൾ അതെല്ലാവരും കാണണം. അപ്പോൾ നമുക്കിത് നോക്കാം. This chapter, His First Flight, is written by Liam Flaherty and tells us how a timid young seagull overcomes his initial fear of making his first flight. ഈ കഥയെന്ന് പറയുന്നത് ലിയാം ഫ്ലഹേർട്ടി എഴുതിയ കഥയാണ്. അതിനകത്ത് ഒരു കുഞ്ഞു കടൽക്കാക്ക അതിൻ്റെ ആദ്യത്തെ പറക്കൽ അത് എങ്ങനെയായിരുന്നു എന്ന്, അതിൻ്റെ പേടി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അപ്പം നമുക്ക് കഥയെന്ന് നോക്കാം. The young seagull was alone on his sledge. His two brothers and The young seagull was alone on his sledge. കടൽക്കാക്ക കുഞ്ഞ് പാറയുടെ തള്ളി നിൽക്കുന്ന ഭാഗത്ത് തനിയെയായിരുന്നു. His two brothers and his sisters had already flown away the day before. അവൻ്റെ 2 സഹോദരന്മാരും സഹോദരിയും തലേ ദിവസം തന്നെ പറന്നുപോയിരുന്നു. He had been afraid to fly with them. അവനെ അവരോടൊപ്പം പറക്കാൻ പേടിയായിരുന്നു. Somehow, when he had taken a little run forward to the brink of the lake and attempted to flap his wings, he became afraid. അപ്പോൾ എന്താ ചെയ്തു? എന്നാൽ പറക്കാവെന്ന് വെച്ച് ആ ലെഡ്ജ് എന്ന് പറഞ്ഞ പാറയുടെ തള്ളി നിൽക്കുന്ന ഭാഗം അവിടേക്ക് എന്ത് ചെയ്തു? വന്നിട്ട് ചിറക് വിരിച്ച് പറക്കാൻ ഒന്ന് ശ്രമിച്ചു. അപ്പോൾ വീണ്ടും അവന് പേടിയായി. The great expanse of sea stretched down beneath and it was such a long way down, miles down. അപ്പോൾ നോക്കിയപ്പോൾ ഈ കടലിൻ്റെ ഒരു വിശാലത അവനെ വല്ലാതെ പേടിപ്പിച്ചു. അതിന് വല്ലാത്ത ആഴമുണ്ട്. അതുമാത്രമല്ല, അവന് അത് നോക്കിയാൽ എങ്ങും ഒരു കര കാണാത്ത വിധത്തിൽ കടൽ പരന്നു കിടക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും അവൻ പിറകിലോട്ട് പോയി. ഹി ഫെൽറ്റ് സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ വിചാരിച്ചു അവൻ്റെ ചിറകുകൾ അവനെ താങ്ങാൻ കഴിയില്ലാത്ത വിധത്തിൽ ചെറുതാണല്ലോ, ആ ചിറകുകൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് അവൻ വിചാരിച്ചു. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ, സപ്പോർട്ട് എന്ന് വെച്ചാൽ സഹായിക്കുമല്ലേ, താങ്ങുക. ബ്രിങ്ക് എന്ന് വെച്ചാൽ വക്ക്. മൈൽസ് ഡൗൺ എന്ന് വെച്ചാൽ ഒത്തിരി, മെനി മൈൽസ് ഡൗൺ എന്ന് വെച്ചാൽ താഴോട്ട് ഒരുപാട് ദൂരം, ഒരുപാട് മൈലുകൾ ദൂരമുണ്ട്, ആഴമുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അങ്ങനെയാണ്. ഹി ഫെൽ സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവൻ വിചാരിച്ചു അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന്. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ്. ബെൻഡ് എന്ന് വെച്ചാൽ തല കുനിക്കുക. ബെൻഡ് ഹിസ് ഹെഡ്, തല കുനിച്ചു. ആൻഡ് റാൻ എവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ് വേർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അതുകൊണ്ട് തിരിച്ചെങ്ങോട്ട് ഓടി? അവൻ കഴിഞ്ഞ ദിവസം കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്തേക്ക് പോയി. അതെവിടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉറങ്ങിയത്? പാറയിലെ ഗുഹയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടായിരുന്നു, അതിലായിരുന്നു അവൻ ഉറങ്ങിയത്. അപ്പോൾ അതിലേക്ക് തന്നെ അവൻ ഉറങ്ങാൻ വേണ്ടി തിരിച്ചുപോയി. ആ തള്ളി നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടിയിലായിരുന്നു ഒരു ലിറ്റിൽ ഹോൾ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഉറങ്ങാനായിട്ട് പോയത്. അത്രയും പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വൈ വാസ് ദ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? അവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണത്. ഞാൻ അതിൻ്റെ ഉത്തരം വേണമെങ്കിൽ ഒന്ന് പറയാം, പതുക്കെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്ന് എഴുതിയെടുക്കാൻ പറ്റും. അപ്പം ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ വാസ് ദ യങ് സീഗൾ അഫ്രൈഡ് ടു ഫ്ലൈ? എന്തായിരുന്നു ചെറിയ സീഗളിന് പറക്കാൻ പേടിയുണ്ടായിരുന്നത്? ദ യങ് സീഗൾ വാസ് ഫിൽഡ് വിത്ത് ഫിയർ ആസ് ഹി ലുക്ക്ഡ് അറ്റ് എ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ ബെനീത്ത് ദ ലെഡ്ജ്. ഈ ചെറിയ കടൽക്കാക്കയ്ക്ക് ഉള്ളു നിറച്ച് പേടിയായിരുന്നു. എങ്ങനെ? ആ കടലിൻ്റെ വിശാലത കാണുമ്പോൾ, മാത്രമല്ല താഴേക്ക് ആ വക്കിനിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ സീഗളിന് അതിനെത്ര ആഴമുണ്ട്, ഇതിത്രയും പരന്നു കിടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു ഉള്ളു നിറച്ച്. ഹി ഫെൽറ്റ് സർട്ടൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം ഇഫ് ഹി ട്രൈ ടു ഫ്ലൈ.
അവന് തോന്നി അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന്. അതുകൊണ്ട് അതായത് ഫ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്താൽ അവൻ്റെ ചിറകുകൾ അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഈ കടൽക്കാക്കയ്ക്ക് തോന്നി. ഒന്നുകൂടെ ഞാൻ പറയാം. ദ യങ് സീഗൾ വാസ് ഫിൽഡ് വിത്ത് ഫിയർ as he looked at the great expanse of sea beneath the ledge. He felt certain that his wings would never support him if he tried to fly. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നോക്കാം. Even when each of his brothers and his little sister, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away, he failed to muster up courage to take that plunge which appeared to him so desperate. His father and mother had come around calling to him shrilly, scolding him, threatening to let him starve on his sledge unless he flew away. But for the life of him, he could not move. But even when each of his brothers and his little sister, whose wings were far shorter than his own, അവൻ്റെ ചിറകിനേക്കാളും ചെറിയ ചിറകുകളുള്ള അവൻ്റെ സഹോദരന്മാരും സഹോദരിയും പറന്നു പോയപ്പോൾ, അതായത് ചിറക് വിരിച്ച് പറന്നു പോയപ്പോൾ ഇവന് അത് ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അവന് തോന്നി ഇത് അപകടകരമാണെന്ന് തോന്നി. പറക്കാൻ പഠിച്ചില്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു ആഹാരമൊന്നും കൊടുക്കത്തില്ലെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. എന്നിട്ടും അവന് അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അപ്പോൾ അതിലെ വാക്കുകളുടെ അർത്ഥം ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ വക്ക്, പ്ലഞ്ച് എന്ന് പറഞ്ഞാൽ ധീരമായ ചുവടുവെപ്പ്, ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ്, ഷ്രില്ലി എന്ന് പറഞ്ഞാൽ ഉറക്കെ അല്ലെങ്കിൽ ഉച്ചതയുള്ള സ്വരം, സ്കോൾഡ് എന്ന് പറഞ്ഞാൽ ശകാരിക്കുക. അപ്പം അത്രയാണ് അതിലെ അർത്ഥങ്ങൾ. ഇപ്പം നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദാറ്റ് വാസ് 24 hours ago. അത് 24 മണിക്കൂർ മുമ്പായിരുന്നു ഇതുപോലെ സഹോദരങ്ങളൊക്കെ പറന്നുപോയത്. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. എന്നിട്ട് ഇതുവരെ ആരും അവൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight. കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അച്ഛനും അമ്മയും തൻ്റെ സഹോദരങ്ങളെ പറക്കാനൊക്കെ പഠിപ്പിക്കുന്നത്. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ് ആൻഡ് ഹൗ ടു ഡ്രൈവ് ഫോർ ഫിഷ്. എങ്ങനെയാണ് ചിറക് വിരിക്കേണ്ടത്, എങ്ങനെയാണ് പറക്കേണ്ടത്, എങ്ങനെയാണ് മീൻ പിടിക്കേണ്ടത് എന്നൊക്കെ കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയും സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് കണ്ടിരുന്നു. He had in fact seen his older brother catch his first herring and devour it standing on a rock while his parents circled around raising a proud cackle. ഇന്നലെ എന്ത് കണ്ടിരുന്നു? ഇവൻ്റെ ഓൾഡർ ബ്രദർ, മൂത്ത ചേട്ടന് അവൻ്റെ ആദ്യത്തെ ഫിഷ്, ഹെറിങ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഫിഷാണ്, എന്നിട്ട് അതിനെ ആർത്തിയോടെ തിന്നുന്നത് കണ്ടു. എങ്ങനെയാണ്? ഒരു റോക്കിൻ്റെ മുകളിൽ നിന്നിട്ട്. വൈൽ ഹിസ് പേരൻസ് സർക്കിൾ അറൗണ്ട് റേസിങ് എ പ്രൗഡ് കാക്കിൾ. അന്നേരം ഇവൻ്റെ പേരൻസ് നല്ലൊരു അഭിമാനത്തോടു കൂടി അവന് ചുറ്റും പറന്ന്, ഈ കാക്കിൾ എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട ശേഷം പിടക്കൊഴി ഉണ്ടാക്കുന്ന ശബ്ദമാണ്, അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മോൻ അങ്ങനെ ഒരു മീൻ പിടിച്ചതിൽ അച്ഛനും അമ്മയ്ക്കും വളരെ അഭിമാനം തോന്നി. ഇതും അവൻ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അതിലെ മീനിങ്സ് പറയാം. സ്കിം എന്ന് പറഞ്ഞാൽ തൊട്ട് തലോടി നീങ്ങുക എന്നാണ്. ഹെറിങ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ഫിഷാണ്. ഡെവർ എന്ന് പറഞ്ഞാൽ ഈറ്റ് ഗ്രീഡിലി, ആർത്തിയോടെ തിന്നുക. കാക്കിൾ എന്ന് പറഞ്ഞാൽ മുട്ടയിട്ട ശേഷം പിടക്കോഴി ഉണ്ടാക്കുന്ന പോലെയുള്ള ശബ്ദത്തിനാണ് കാക്കിൾ എന്ന് പറയുന്നത്. ഇത്രയും മീനിങ്സ് ആണ്. ഇനി അടുത്ത വരി നോക്കാം. ആൻഡ് ഓൾ ദ മോർണിംഗ് ദ ഹോൾ ഫാമിലി ഹാഡ് എ വോക്ഡ് അബൌട്ട് ഓൺ ദ ബിഗ് പ്ലാറ്റു മിഡ്വേ ഡൗൺ ദ ഓപ്പോസിറ്റ് ക്ലിഫ് ലാഫിങ് അറ്റ് ഹിസ് കവാഡിസ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇപ്പം അവന് കഴിഞ്ഞ ദിവസം അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം പോയി തൻ്റെ സഹോദരങ്ങളെ പറക്കാനും മീൻ പിടിക്കാനും പഠിപ്പിക്കുന്നതൊക്കെ കണ്ടു. പ്രഭാതത്തിൽ ഇവരെന്തോ ചെയ്തു? പാറപ്പുറത്ത് വന്ന് നടക്കുകയും ചിരിക്കുകയും അവനെ ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. പ്ലേറ്റു എന്ന് പറഞ്ഞാൽ ചുറ്റും താഴ്ന്ന പ്രദേശമായിരിക്കും, അവിടെ മാത്രം നല്ല നിരപ്പായിരിക്കും. കവാഡൈസ് എന്ന് പറഞ്ഞാൽ ഭീരുത്വം എന്നാണ് അർത്ഥം. ഭീരുത്വത്തിനെ നോക്കി അവൻ്റെ ആ ഭീരുത്വം ഓർത്ത് അവർ ചിരിക്കുകയും കളിയാക്കുകയും എന്നിട്ട് അവനെ ഒരുപാട് ഭീരുവാന്നുള്ള മട്ടിൽ അധിക്ഷേപിക്കുകയൊക്കെ അവർ ചെയ്തു. The sun was now ascending the sky, blazing warmly on his sledge that faced the south. He felt the heat because he had not eaten since the previous nightfall. Then he had found a dried piece of mackerel's tail at the far end of his ledge. The sun was now ascending the sky എന്ന് വെച്ചാൽ സൂര്യൻ ആകാശത്തിലേക്ക് കയറുകയാണ്.
എന്നുവെച്ചാൽ രാവിലത്തെ സമയം തൊട്ട് ഉച്ച വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ അങ്ങനെ മുകളിലേക്കുമായിരിക്കും, ഉച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും താഴുന്നത്. ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ledge that faced the south. He felt the heat because he had not eaten since the previous night. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി എല്ലാം പട്ടിണിയായിരുന്നു. അതുകൊണ്ട് എന്താ അവന് നന്നായിട്ട് വിശപ്പ് തോന്നി, അതുപോലെ ചൂടും നന്നായിട്ട് തോന്നി. സൂര്യൻ മുകളിലേക്ക് കയറുകയാണ്. Then he had found a dried piece of mackerel's tail at the far end of his ledge. അപ്പം അവൻ എന്ത് കണ്ട? കൂട്ടിനകത്ത് ഒരു അയലയുടെ, ഒരു മീനിൻ്റെ വാലിൻ്റെ അറ്റം കണ്ടു. He had searched. He was not single scarp of food left. അതിനകത്ത് ഒരു ചെറിയ ആ കച്ചിക്കൂട്ടിലൊക്കെ പരിധി ഒന്നും കിട്ടിയില്ല. എന്നിട്ട് എന്താണ്? Now there was not a single scarp of food left. ഒരു ചെറിയ പീസ് ഫുഡ് പോലും ഉണ്ടായിരുന്നില്ല. He had searched every inch, root him among the dirt-caked straw nest where he and his brothers and sister had been hatched. അവൻ അവിടെ നോക്കി, ആ പുല്ലുകൊണ്ടുള്ള അവൻ്റെ ആ ചെറിയ കൂട്ടിൽ നോക്കി. അവനും അവൻ്റെ സഹോദരങ്ങളും അതിലാണ് വിരിഞ്ഞത്. അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് അവൻ നോക്കി. He even gnawed at the dried pieces of eggshell. മുട്ടത്തോടില്ലേ, അതിൻ്റെ അരികി വരെ കരണ്ട് തിന്നാൻ നോക്കി. അവർ ജനിച്ച ആ മുട്ടത്തോടിൻ്റെ അരികി വരെ കരണ്ട് തിന്നാൻ നോക്കി. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് അവൻ്റെ ഒരു ശരീരഭാഗം തിന്നുന്നത് പോലെ തന്നെ ദുഷ്കരമായിരുന്നു ആ ജനിച്ച മുട്ടത്തോടിൻ്റെ അറ്റം തിന്നുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ വാക്കുകളുടെ അർത്ഥമുണ്ട്. റഫ് എന്ന് പറഞ്ഞാൽ പരുക്കനായിട്ടുള്ള, സെർച്ച് എന്ന് വെച്ചാൽ തിരയുക, പിന്നെ സ്ട്രോ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ വൈക്കോല് കൊണ്ടുള്ള കൂട്, പിന്നെ ഹാച്ച്ഡ് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞത്, ഹാച്ച് ചെയ്യാന്ന് വെച്ചാൽ വിരിയുക. നോയ്ഡ്, GNAWD, G സൈലൻ്റ് ആണ്, അതിൻ്റെ അർത്ഥം കരണ്ട് തിന്നുക. ഡ്രൈഡ് വരണ്ട, പീസസ് കഷ്ണങ്ങൾ, എക്സെല് മുട്ടത്തോട്. He then trotted back and forth from one end of the ledge to the other, his long grey legs stepping daintily, trying to find some means of reaching his parents without having to fly. പിന്നെന്താ ചെയ്തു? ധൃതിയിൽ, പെട്ടെന്ന് വേഗത്തിൽ നടന്നു. എങ്ങനെ? വളരെ ഭംഗിയായി, ഡേൻഡിലിയാണ് എന്ന് വെച്ചാൽ ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോൾ ഈ പറക്കാതെ തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റുമെന്ന് നോക്കാമെന്ന്. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ledge ended in a sheer fall of precipice with the sea beneath, and between him and his parents there was a deep wide crack. എന്താ ശ്രമിച്ചത്? എന്തായാലും പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പേടിയാണ്. എന്നാൽ പിന്നെ നടന്നങ്ങ് എത്താൻ നോക്കിയാലോ? പക്ഷേ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും വളരെ ആഴത്തിലുള്ള കടൽ ഭാഗമായിരിക്കും ആ പാറയുടെ താഴേയിലേക്ക്. അപ്പം അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് എത്താൻ ഒരു തരത്തിലും പറ്റുന്നില്ല. ലെഡ്ജ് നമ്മൾ പറഞ്ഞു, പാറയുടെ തള്ളി നിൽക്കുന്ന ഭാഗമെന്ന്. പിന്നെ നമ്മൾ വേറെ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പുതുതായിട്ട് ട്രോട്ട്, TROTTED, ട്രോട്ടഡ്, ധൃതിയിൽ നടക്കുന്നതിനാണ് പറയുന്നത്. പിന്നെ DAINDILY, ഡെയിൻഡിലി എന്ന് പറഞ്ഞാൽ ഭംഗിയായി. അത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഒരു വാക്കുകളുടെ അർത്ഥം എന്ന് പറയും. ക്രാക്ക് എന്ന് പറഞ്ഞാൽ വിള്ളൽ എന്നൊക്കെ അർത്ഥമുണ്ട്. വൈഡ്, വീതിയുള്ള വിള്ളലുകൾ. ഡീപ്പ്, ആഴമുള്ള. ഷുവർലി ഹീ കുഡ് റീച്ച് ദം വിതൗട്ട് ഫ്ലൈയിങ് ഇഫ് ഹീ കുഡ് ഓൺലി മൂവ് നോർത്ത്വാർഡ്സ് along the cliff face. But then on what could he walk? There was no ledge, and he was not a fly, and above him he could see nothing. The precipice was sheer, and the top of it was perhaps farther away than the sea beneath him. അപ്പം അല്ലാണ്ട് പോകാനുള്ള വഴികളെല്ലാം നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല. അത്രയ്ക്ക് ആഴമുള്ള ഭാഗങ്ങളും ഒരു ഫ്ലൈ ഒന്നുമല്ല പറന്ന് പോകാൻ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആയിപ്പോയി. അപ്പോൾ എന്തോ ചെയ്തു? ഇനി എന്തെങ്കിലും ചെയ്യണമല്ലോ. He stepped slowly out to the brink of the ledge, and standing on one leg with the other leg hidden under his wings, he closed one eye, then the other, and pretended to be falling asleep. പിന്നെന്തോ ചെയ്തു? എന്നാൽ പിന്നെ ഒരു സൂത്രം പ്രയോഗിക്കാം. പാറയുടെ വക്കിൽ നിന്ന് എന്തോ ചെയ്തു? പുറത്തൊരു കാല്, പിന്നെ മറ്റേ എന്തോ ചെയ്തു? ചിറകിനടിയിൽ വെച്ചിട്ട് ഒരു കാലിൽ നിന്ന് കണ്ണടച്ച് ഉറക്കം തോന്നുന്നതായിട്ട് ഭാവിച്ചു. പക്ഷേ അവനെന്താ വിചാരിച്ചത്? ഇങ്ങനെ ഉറക്കം തോന്നുന്നതായിട്ട് ഭാവിച്ച് അവൻ വീഴുവെന്ന് വെച്ച് അവർ ഓടി വരുമെന്നാണ്. പക്ഷെ അവരവനെ ശ്രദ്ധിച്ചു കാണില്ല. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. അവരവനെ ശ്രദ്ധിച്ചേയില്ല. He saw his two brothers and his sister lying on the plateau dozing with their heads sunk into their necks. അവൻ എന്താ കണ്ട? അവൻ്റെ സഹോദരങ്ങൾ ആ പ്ലാറ്റ്യൂവിൻ്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നതായിട്ട് കണ്ടു. പ്ലാറ്റ്യൂ എന്ന് വെച്ചാൽ കുറച്ച് നിരപ്പായ സ്ഥലവും ചുറ്റും താഴ്ന്ന പ്രദേശമായിരിക്കും. ഹിസ് ഫാദർ വാസ് പ്രേണിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. എന്താ ചെയ്തത് അച്ഛൻ തൂവൽ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ആരും ഇവനെ നോക്കുന്നില്ല. ആരാ നോക്കുന്നുള്ളത്?
ഇനിയിപ്പം അമ്മ മാത്രം നോക്കുന്നുണ്ടായിരിക്കും. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അച്ഛനും നോക്കുന്നില്ല, സഹോദരങ്ങളും നോക്കുന്നില്ല. സഹോദരങ്ങൾ കഴുത്ത് അതായത് തല കഴുത്തിൻ്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ച് ഉറങ്ങുകയാണ്. അച്ഛനെ തൂവൽ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ആ സൂത്രവും ഫലിക്കത്തില്ലെന്ന് മനസ്സിലായി. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ഷീ വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംപ് ഓൺ ദ പ്ലേറ്റു. ഹെയർ റൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അവൾ എവിടെയാണ് നിന്നത്? ആ പ്ലേറ്റുവിൻ്റെ ഒരു ഹമ്പിലാണ് നിന്നിരുന്നത്. അവളുടെ വെളുത്ത ബ്രസ്റ്റ് ഭാഗം അറിയാമല്ലോ, ചിക്കൻ്റെയൊക്കെ ബ്രസ്റ്റ് എന്ന് പറയുന്നത്, പുറത്തേക്ക് തള്ളി നിന്നിരുന്നു. നൗ ആൻഡ് അഗെയിൻ ഷീ ടോർ അറ്റ് എ പീസ് ഓഫ് ഫിഷ് ദാറ്റ് ലേ അറ്റ് ഹെർ ഫീറ്റ് ആൻഡ് ദെൻ സ്ക്രാപ്ഡ് ഈച്ച് സൈഡ് ഓഫ് ഹെർ ബീക്ക് ഓൺ ദ റോക്ക്. ഇപ്പോഴും അവളുടെ കാലിനടിയിൽ ഒരു മീനിനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൊത്തിപ്പറിക്കുന്നുണ്ട്. അവളുടെ ചുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പാറയിൽ ഉരച്ച് മൂർച്ച കൂട്ടുന്നുമുണ്ട്. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻഡ് ഹിം. ആ ഫുഡിൻ്റെ കാഴ്ച അവനെ ഭ്രാന്തനാക്കി. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ സ്ക്രാപ്പിംഗ് ഹിസ് ബീക്ക് നൗ ആൻഡ് അഗെയിൻ. അപ്പോൾ എന്ത് ചെയ്തു? അവന് അമ്മ ആ ഫുഡിൻ്റെ കഷ്ണം, ആ മീനിൻ്റെ കഷ്ണം കൊത്തിപ്പറിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവന് ഭ്രാന്ത് പിടിച്ചു പോലായി. അതുപോലെ തന്നെ ചെയ്യാൻ അവനും ആഗ്രഹിച്ചു. ഹി അട്ടേഡ് എ ലോ കാക്കിൾ. ഹിസ് മദർ കാക്കിൾ ടു ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവനൊരു ചെറിയ കരച്ചിലിൻ്റെ ശബ്ദമുണ്ടാക്കി. അവൻ്റെ അമ്മയും തിരിച്ചതുപോലെ തന്നെ കരഞ്ഞിട്ട് അവനെ നോക്കി. എന്നിട്ട് അവൻ വീണ്ടും ഒരു ശബ്ദമാണ്, ഗാ ഗാ ഗാ. ഹി ക്രൈഡ് ബെഗിങ് ഹർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. അവളോട് പറയുന്നതായിട്ട് എനിക്ക് കുറച്ച് ഫുഡ് കൊണ്ട് തരൂ എന്നുള്ള രീതിയിൽ കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഷീ സ്ക്രീം ബാക്ക് മോക്കിംഗ്ലി. പക്ഷെ അവൾ എന്ത് ചെയ്തു? ഇവനെ ആക്ഷേപിച്ചു. അമ്മ എന്ത് ചെയ്തു? ഇവനെ ആക്ഷേപിച്ച് ശബ്ദമുണ്ടാക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അവൻ നിർത്തിയില്ല. ബട്ട് ഹി കെപ്റ്റ് കോളിംഗ് പ്ലെയിൻറ്റീവിലി ആൻഡ് ആഫ്റ്റർ എ മിനിറ്റ് ഓൾസോ ഹി അട്ടേർഡ് എ ജോയ്ഫുൾ സ്ക്രീം. അവനത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷകരമായ ഒരു ശബ്ദമുണ്ടാക്കി. ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. അമ്മ ഒരു ചെറിയ കഷ്ണം ഫിഷുമായിട്ട് അവൻ്റെ അടുത്തേക്ക് പറന്നു വരികയാണ്. ഹി ലീൻഡ് ഔട്ട് ഈഗർലി ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈങ് ടു ഗെറ്റ് നിയറർ ടു ഹെയർ ആസ് ഷീ ഫ്ലൂ അക്രോസ്. അവൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ ആ റോക്കിൻ്റെ അടുത്ത് വന്നിട്ട് അവനെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവൾ നിൽക്കുകയാണ്. ബട്ട് വെൻ ഷീ വാസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഹിം abreast of the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. അപ്പോൾ എന്താണ്? അമ്മ അടുത്ത് വന്നിട്ട് അമ്മയുടെ ചുണ്ടിലെ മീൻ കഷ്ണം അവൻ്റെ ചുണ്ടിൽ തൊട്ടില്ല എന്ന അവസ്ഥയിലായി. എന്നാൽ അവനത് കിട്ടിയിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവനത് വേണം താനും. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ അടുത്തേക്ക് വരാതെ ഒരല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിലിടാം. എല്ലാം കൂടെ ഒന്നിച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാം. വാട്ട് ഡിഡ് ദ പേരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് ഇനഫ് കറേജ് ടു ഫ്ലൈ? എന്താണ് ചെയ്തത്? അമ്മ അവനെ മോട്ടിവേറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? ദ പേരൻസ് കെയിം അറൗണ്ട് കോളിംഗ് ഹിം ഷ്രില്ലി, scolding him, threatening to let him starve on his ledge unless he flew away. നീ പറക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിന്നെ പട്ടിണിക്കിട്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കളിയാക്കുകയൊക്കെ ചെയ്യുവാണ് പേരൻസ് ചെയ്തിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡിഡ് ദ പേരൻസ് ഡു ടു മോട്ടിവേറ്റ് ദ യങ് ബേർഡ് വെൻ ഇറ്റ് ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് ഇനഫ് കറേജ് ടു ഫ്ലൈ? ആൻഡ് ആൻസർ, ദ പേരൻസ് കെയിം അറൗണ്ട് കോളിംഗ് ഹിം ഷ്രില്ലി, സ്കോൾഡിംഗ് ഹിം, threatening to let him starve on his ledge unless he flew away. പേരൻസ് കുഞ്ഞു കാക്കയ്ക്ക് കടൽക്കാക്കയ്ക്ക് കൊടുത്ത മോട്ടിവേഷൻ എന്തായിരുന്നു എന്നാണ്. ആ മോട്ടിവേഷൻ എന്തായിരുന്നു? ഇതിൻ്റെ അടുത്ത് വന്നിട്ട് വഴക്ക് പറയുകയും ഭീഷണിപ്പെടുത്തുകയും പട്ടിണിക്കിട്ട് കൊല്ലും പറഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള ഭീഷണിയൊക്കെ ചെയ്താണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ പറയാം. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനൂടെ പ്രസ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പറിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഇതിൽ ഫ്രീ ക്ലാസ്സസ്സാണ്. സ്പെഷ്യൽ ക്ലാസ്സസ് വേണമെന്നുള്ളവർക്ക് ചെറിയ ഫീയിൽ സ്പെഷ്യൽ ക്ലാസ്സസും നടത്തുന്നുണ്ട്. അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. ഇതെല്ലാവരും കണ്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.